അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളെ, നമുക്ക് തഫ്ഹീം ഭാഗം 2 ദർസ് 13 വർക്ക് ബുക്കിലെ പണികൾ നോക്കാം. എന്നാ മക്കൾ ഇത് വായിക്കുന്നത്? ഫഇസുൻ അല്ലേ? ഫഇസുൻ ചൊല്ലുക. എന്താണ്? കോടാലി മയു എന്നല്ല പറയും. ഇത് കണ്ട, ഇത് ഫാ. ഇതോ ഫ. ഇതെന്താണ്? ഫാ. ഫാ ഇതന്നെ എങ്ങനെയാണ്? എവിടെ തുടങ്ങേണ്ടത്? ഒന്നതാ ഇരുന്ന് തുടങ്ങാം. ഒന്നതാ ഫ. ഇങ്ങനെ എഴുതിട്ട് ഇങ്ങനെ 4 കണ്ട. അവസാനം എന്താക്കാം നിങ്ങൾ? ഈ പുള്ളി ഇടേണ്ടത്. അതേപോലെ ഈ ഫ ഇങ്ങനെ എഴുതാവേ. ഫ എഴുതിയിട്ട് അവസാനമാണ് ഈ പുള്ളി ഇടേണ്ടത്. മനസ്സിലായില്ല? അപ്പം ഇതെന്ത് വായിക്കും മക്കളെ? വെച്ച് വായിക്കേ. ആ ആ ഉറക്കെ വായിക്ക്. ഇതാ ഫ. ഇതാ ഫുൻ. ഇതോ കണ്ട നിങ്ങൾ എന്താ വായിക്കുന്നത്? എന്താ വായിക്കുന്നത്? ഇത് ഫൗജുൻ അല്ലേ? ഇതിലെ ഫാ നിങ്ങൾ ഇവിടെ എഴുതണം. ഫാ കണ്ട ഇവിടെ ഫാ. ഈ ഫാ ഇവിടെ എഴുതണം. ഇനി ഫിനാവുൻ കണ്ട. ഫിനാവുൻ. ഫിനാ അൻ അല്ലേ? ഫിനാവുൻ കണ്ടതാ? അത് തൻവീനല്ലേ? തൻവീൻ ലമ്മാണ്. ഫിനാവുൻ. ഈ ഫാ ഇവിടെ എഴുതുക. ഇനി ഫുൽഫുലും കണ്ട. ഫുൽഫുലുൻ. ഫുൽഫുലുൻ എന്താണ്? അതിൽ ഈ ഫാ നടുവിൽ ഫാ കണ്ട നിങ്ങൾ? നടുവിലെ ഫാ അതിങ്ങനെയാണ് കണ്ട. ഈ ഫാ അത് ഇവിടെ എഴുതുക. ഇനി ഈ ഫോറും കണ്ട നിങ്ങൾ? ആ ഫാൻ എന്താക്കുക നിങ്ങൾ? അത് ഈ തുടക്കത്തിലാണ് നമ്മളെ ഇതുപോലത്തെ ഫാ ഉണ്ട്. ഇഫ്താറിൻ്റെ ഫാ. ഇനി ഔഫ് കണ്ട. ഔഫിൻ്റെ ഫാ ആണ് ഇട. ഇത് ഔഫിൻ്റെ ഫാ കണ്ട. അത് ഇവിടെ എഴുതുക. ഇനി ഫായിസുൻ കണ്ട ഇട. അതിൻ്റെ ഫാ ഇട. അപ്പോൾ ഫാ വ്യത്യസ്തമാണ്. തുടക്കത്തിൽ, മധ്യത്തിൽ, അവസാനത്തിൽ എന്നുള്ള ഫാൻ്റെ പല കോലങ്ങളുണ്ട്. ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി ഇതെന്താണ് മക്കളെ? ഫാത്തിഹത്തുൻ. അത് ഈ കള്ളിയിൽ എഴുതുക. ചെറുതാക്കി എഴുതുക. ഫാത്തിഹത്തുൻ. ഇതോ ഫീലുൻ ഇവിടെ എഴുതുക. യഖാഫൂന ഇവിടെ എഴുതുക. ഇതോ മുസ്തഖ്ലഫീന ഇവിടെ എഴുതുക. ഇനി ഇതോ ഫബിമ ഇവിടെ എഴുതുക. ഇനി നോക്കിക്കോ. ഫതഹ, ഫതറ, ഫതന, ഫർദുൻ. ചേർത്ത് വായിക്കേണ്ട. ഇതെല്ലാം ചേർത്ത് വായിക്കേണ്ട നിങ്ങൾ. ഇതോ വതഹ, വതറ, വതന, വർദുൻ. നോക്കിയത് ബാക്കി നോക്കി മക്കള്. വായിക്കാം, എഴുതാം. കണ്ട? ഫാക്കിഹത്തുൻ കണ്ട. അത് ഈ കള്ളിയിൽ എഴുതുക. രണ്ടാമത്തതോ ഹാഫിലത്തുൻ ഇവിടെ എഴുതുക. തുഫാഹുൻ അത് ഇവിടെ എഴുതുക. അംഫുൻ പഠിച്ച അംഫുൻ അജ്വദ് പഠിച്ചില്ലേ? അംഫ് മൂക്ക്. ഫമുൻ എന്താ? വായക്ക ഫമെന്ന് പറയുക. അപ്പൊ ഖൽഫുൻ ഇവിടെ എഴുതുക. ഫഖ്ദുൻ താഴെ എഴുതുക. ഖൗഫുൻ ഇവിടെ എഴുതുക. ഇത് കണ്ട? ഫീ ജീദിഹ ഹബുലുൻ. അത് ഇവിടെ കൂട്ടി എഴുതണം നിങ്ങൾ. അപ്പൊ കൂട്ടിയിട്ട് എഴുതണം. ഫീ ജീദി ഹബുലുൻ കൂട്ടി എഴുതണം. അതേപോലെ യഖാഫൂന റബ്ബഹും വിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങളിവിടെ കൂട്ടി എഴുതുക. നോക്കിയാ ഇങ്ങനെ പാട്ട്. ത്വഹീർ ത്വഹീർ ജിസ്മക നള്ളിഫ് നള്ളിഫ് സൗബക യാ അല്ലാഹു ത്വഹീർന നള്ളിഫ്ന വജമ്മിൽന. വായിച്ച ത്വഹീർ ത്വഹീർ ജിസ്മക. ത്വഹീർ ത്വഹീർ ജിസ്മക നള്ളിഫ് നള്ളിഫ് സൗബക. അപ്പൊ പാട്ട് പാടുമ്പോൾ ത്വഹീർ ത്വഹീർ ജിസ്മക നള്ളിഫ് നള്ളിഫ് സൗബക എന്നുണ്ടാവും. യാ അല്ലാഹ് ത്വഹീർന നള്ളിഫ്ന വജമ്മിൽന. ഇത് പഠിച്ചാൽ മതി നിങ്ങൾ. ഇത് നോക്കി വായിക്കാനും പഠിക്കും, കാണാതെയും പഠിക്കുക ഈ പാട്ട്. ബാക്കിയെല്ലാം എഴുതി വരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.